ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളെല്ലാവരും തന്നെ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ ഒരു സാധനം കണ്ടോ. നമ്മളിപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. സോ ഇത് ബുള്ളറ്റിൻ്റെ ക്രാഷ് ഗാർഡാണ്. ഇത് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് കൂടാതെ വേറൊരു സാധനം കൂടി ഐറ്റം കൂടിയും വരുന്നുണ്ട്. നാളെയായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോ എന്തായാലും ഇന്ന് നമ്മൾ ബുള്ളറ്റിന് സെറ്റ് ചെയ്യാൻ പോകാട്ടോ. പിന്നെ അതിന് മുന്നേ പറയാനുള്ള കാര്യം മഗ്‌രിബാവാൻ സമയമായിട്ടുണ്ടാവുകൊണ്ട് ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും. വൈകുന്നേരം സമയം കാരണം അത്തരത്തിലുള്ള വീഡിയോ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ എന്തായാലും ഈ സാധനം നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് വരുമ്പോൾ തന്നെ നേരെ ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് പോകുന്നു. നമ്മളിവിടെ അടുത്തുള്ള ഫ്ലിപ്കാർട്ട് സെൻറ്ററിൽ നിന്ന് കൊടുത്തിട്ടാണ്. ഫ്ലിപ്കാർട്ട് സെൻറ്ററിൽ തന്നെ അല്ലേ പറയാം. നമ്മൾ ഈ ഇപ്പോൾ ആവശ്യമില്ലാത്തവരൊന്നും പറഞ്ഞു വെക്കും. നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കുന്നതിന് മുന്നേ നമ്മൾ കൊണ്ടുവന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതായത് നമ്മൾ എടുത്തുള്ള ഒരു ഏരിയ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു സെൻറ്റർ പോലത്തെ, അവിടെ നമ്മൾ ഈ സാധനം പിക്ക് ചെയ്ത് കൊടുക്കുന്നു. സോ എന്തായാലും നമ്മൾക്ക് ഇതിനെ അൺബോക്സ് ചെയ്യാൻ പോകണപ്പോൾ അത് നമ്മൾ വണ്ടർ ഈ ഒരു സൈഡിൽ വെച്ച് കെട്ടിക്കൊടുന്നു കേട്ടോ. സോ എന്തായാലും നമുക്ക് ഇതിനെ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ വേറൊരു സാധനം കൂടിയും വരുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ കണ്ടു നോക്കാം. ഇത് ക്രാഷ് ഗാർഡാണ് കേട്ടോ, ഫുഡ് ട്രസ്റ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എത്ര പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ലെറ്റ്സ് അൺബോക്സ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ വെയിറ്റ് തോന്നിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് എന്നാണ് തോന്നുന്നത്. കാരണം പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും പകുതി പൈസക്കാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. പകുതി പ്രൈസ് വന്നിട്ടുള്ളൂ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നല്ല ഓഫർ ടൈമിൽ വാങ്ങിയതാണ്. അപ്പോൾ എത്ര രൂപ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 750 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് വന്നത്. സോ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഈ വെയിറ്റ് മാത്രമേ ഉള്ളൂ, അത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണോ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കി നോക്കട്ടോ. അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് അൺബോക്സിങ്ങിൻ്റെ കാര്യങ്ങളും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല പാക്കേജിങ് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. സോ ഇതെന്തായാലും നമ്മളെ വണ്ടിയുമ്പോൾ ഫിറ്റ് ചെയ്ത് നോക്കാം. ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് കാണാൻ ഒരു ലുക്ക് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഈ കവറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പീൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കട്ടെ എത്രത്തോളം നല്ലതാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ അതിലേക്ക് വെക്കാൻ പോവുകയാണ്. പക്ഷേ ഒരു പ്രശ്നം കൂടി ഉണ്ട്, രാത്രി അയക്കണം. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും. ഞാൻ ലൈറ്റ് അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് ബുള്ളറ്റ് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോകാണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ രാത്രി കാരണം ലൈറ്റിൻ്റെ ഒരു കുറവ് കാരണം നമ്മൾ പൾസർ ഇവിടെ ഓണാക്കി വെച്ചിട്ട് നമ്മളിത് സെറ്റ് ചെയ്യണത് കാണിച്ചു തരാം. നമ്മളിതിൽ സെറ്റ് ചെയ്യാൻ പോകട്ടെ. നമ്മളിതിന് 2 ദിവസം മുന്നേ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ലൈറ്റ്, ഒരു സൈഡിലെ ലൈറ്റ് ഞാൻ ഓണാക്കിയിട്ട് കാണിച്ചു തരാം. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഓണാക്കിയിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മളിതിന് വേറെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. നാളെ വരും, നമ്മൾ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിതാ ഇതുമത്തെ ഒരു കവറൊക്കെ ഫുള്ള് പീൽ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നോയ്സ് ഉണ്ടാവും ബൈക്കിൻ്റെ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത ലൈറ്റ്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റിൽ പറയാം. നമ്മൾ വെറും 50 രൂപക്ക് സെറ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, കാണാൻ കൊള്ളാമോ എന്ന് ജസ്റ്റ് കമൻറ്റിൽ പറയാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച് വന്നിട്ട് അപ്പോൾ നമ്മൾ രാത്രി നേരം പോലെ കാണിക്കാനും പറ്റില്ല. കാരണം രാത്രി ആ ഒരു ഇരുട്ടായിരുന്നു, വലിയ ലൈറ്റ് ഇല്ലാത്ത പ്രശ്നം കാരണമായിരുന്നു. അപ്പോൾ നമ്മളെ 2 വണ്ടിയോടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു സാധനം ഇത് വെക്കാത്തുമ്പോൾ ഉള്ളൊരു കുറവ് ഞാൻ ഇത് വെച്ചതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്തോ ഭയങ്കര വലിയ കുറവായിട്ട് തോന്നി ഈ ഒരു സംഭവം ഇല്ലാതെ ഇരുന്നപ്പോൾ കേട്ടോ. പക്ഷേ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് വന്നത്. ഇതിപ്പോൾ നമ്മളിനി അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമുക്കിതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ. എന്താ നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ഷോട്ട് എടുക്കുന്നത്. സോ എന്തായാലും ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു 5 മണിക്ക് ആവാൻ ടൈമിലാണ് ഈ സാധനം പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. എനിവേ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് അതിന് സെറ്റ് ചെയ്യണം കേട്ടോ. എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. ഇതാട്ടോ നമ്മുടെ സാധനം. അപ്പോൾ ഇതിൻ്റെ മേലത്തെ ഈ കവറും കാര്യങ്ങളൊക്കെ നമുക്ക് പീൽ ഓഫ് ചെയ്തിട്ട് ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി കുറച്ച് സാധനം കൂടി മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ അനിയനിക്കുള്ള ഒരു പിയാനോ ആണ് കേട്ടോ, ടോയ് ആണ്. അതുപോലെ 2 സാധനങ്ങൾ നമ്മൾ വണ്ടിക്കായിട്ട് മേടിച്ചിട്ടുണ്ട്. ഒന്ന് സൈലൻസറും അതുപോലെ തന്നെ ലൈറ്റും വാങ്ങിയിട്ടുണ്ട്. ഒരു അടിപൊളി ലൈറ്റാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മൾ മൊത്തത്തിൽ ഫുള്ള് മാറ്റം വരുത്തുന്നത്. ശരിക്കും വീഡിയോ തുടങ്ങുമ്പോൾ ഇത്ര മാറ്റം വിചാരിച്ചതല്ല. സോ എന്തായാലും കണ്ടു നോക്കാം. നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഈ സൈലൻസർ വെക്കണം. അതുപോലെ തന്നെ ഈ ലൈറ്റും സെറ്റ് ചെയ്യണം. ഇത് അനിയന് കൊണ്ടു കൊടുക്കാം. പിയാനോ കളിക്കുന്ന പിയാനോ ആണ്. അപ്പോൾ എന്തായാലും കൊണ്ടു കൊടുക്കാം കേട്ടോ. ഓക്കെ, സ്ഥലം എൻ്റെ കളിസാനം ഓപ്പൺ ചെയ്യട്ടോ, അൺബോക്സ് ചെയ്യാനല്ലേ തൊട്ടേ എന്താ ഫോക്കസ് ആവത്ത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ വരയ്ക്കും. ഒന്ന് അമർത്തിയേക്ക്. രണ്ട് വലിച്ചോ കിട്ടും. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? ഇങ്ങനെ നെക്കി കളിക്കാം. ടീം 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 ടീം.
ഇവിടെ ബാറ്ററി ഇടാണ്ട് തോന്നുന്നു. വാ നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സൈലൻസർ കയ്യിലിട്ടുണ്ട്. നമ്മളിത് ഇനി ബുള്ളറ്റുമ്പോൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈലൻസർ ഊരി മാറ്റിയിട്ട് നമ്മളിതാ ഇന്ന് മേടിച്ചുള്ള ഈ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇതാ നമ്മുടെ ലൈറ്റും കൂടി ഇന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മളിത് കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഒരു സാധനം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരൊന്നും നമുക്ക് ഓർമ്മയില്ല. സോ എന്തായാലും നമുക്ക് ഇതുകൊണ്ട് സെറ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ നമ്മൾ പഴയ സൈലൻസർ ഇത് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വെയിറ്റും നല്ല വലിപ്പമുണ്ട്. എന്തായാലും ഞാൻ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഈ സൈലൻസർ വെക്കാൻ പോകുമ്പോൾ ഓക്കെ ഞാൻ ലൈറ്റ് കാണിച്ചിട്ട് അതേ അല്ലോ അതെ ഇതാണ് നമ്മുടെ ലൈറ്റ്. ഓക്കെ ഗൈസ്, മാറിപ്പോയത് നമ്മൾ ലൈറ്റ് വെച്ചിരിക്കുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ്. ഫോൺ ഹോൾഡറാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോണത്. ലൈറ്റ് വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഞാൻ കാണിച്ചെന്ന് വിചാരിച്ചിട്ടായിരുന്നു, പക്ഷെ മറന്നതാണ് സത്യത്തിൽ. മുത്തിരി ചാവി എടുത്തു വന്നടാ, ചാവി എടുത്തിട്ട് ഞാൻ ഇതാണ്ട് സെറ്റ് ചെയ്തത്. നമ്മളിവിടെ ഈ 2 സൈഡിലായിട്ടാണ് ഫിറ്റ് ചെയ്തത്. സോ എന്തായാലും അതിൽ 2 ലൈറ്റ് വരുന്നുണ്ട്. ഒരു യെല്ലോ വരുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് വരുന്നുണ്ട്. യെല്ലോ രാത്രിയൊക്കെ നമ്മൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള രാത്രി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല യെല്ലോ കളറിൽ ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഒന്ന് ഇറിട്ടാവാനായിരിക്കണം. അപ്പം ഞാൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ലൈറ്റ് ഓണാക്കി കാണിച്ചു തരാം കേട്ടോ. തെറ്റിപ്പോയതാടോ, ഇതെന്താ ക്ഷമിക്ക്. അപ്പോൾ നമുക്കിത് ആദ്യം അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചത്. ഇത് ഫോൺ ഹോൾഡറാണ്. നമുക്കിതാ ഇവിടെ 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഹസാർഡ് ലൈറ്റിൻ്റെയാണ്, പിന്നെ ഇത് മറ്റേ ലൈറ്റ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സോ എന്തായാലും ഇവിടെ ഇങ്ങനെ ആയിട്ട് നമ്മുടെ ഫോൺ ഹോൾഡർ സെറ്റ് ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പൊട്ടിച്ചാ ഇവിടെ ടാപ്പ് ഉണ്ടാവും, വലിച്ചു പൊട്ടി. മേലെ തുറക്ക്, എടുത്തോ. ഊരിക്ക രസമുണ്ടല്ലേ. ഇത് മറ്റേ വെറും ഫോൺ ഹോൾഡർ മാത്രമല്ല കേട്ടോ, ചാർജിങ് കൊടുക്കാൻ വരുന്നതാണ്. ഇത് അടിയിലായിട്ട് കേബിൾ നിൽക്കാൻ നമുക്ക് എവിടെയെങ്കിലും ലോങ് റൈഡൊക്കെ പോകുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ, പ്ലാസ്റ്റിക് അല്ലത്. എന്തായാലും വെച്ചാൽ ഇത് ടൈറ്റ് ചെയ്യാനുള്ള ചാർജിങ് കേബിളും ഇതിൻ്റെ ഒപ്പം തന്നെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതാ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സൈലൻസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് നമ്മൾ പറഞ്ഞ ലൈറ്റ്. ഞാനിത് വൈറ്റ് ആക്കി തരുന്നതാണ്. ഇതിലടാ കണ്ടോ, ഇത് വൈറ്റ്, ഇതാ യെല്ലോ മഞ്ഞിട്. ഓക്കെ, ഇനി എന്തായാലും നമ്മൾ സൈലൻസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്യണമെന്ന് ജസ്റ്റ് കാണിച്ചില്ല, വെറുതെ നമ്മൾ ഇത് ഇനി സെറ്റ് ചെയ്തതിന് ശേഷമുള്ള സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, Everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's vacant now. Yeah, she hates me now, I made mistakes but now I don't ever wanna be alone. I don't really ever feel at home. On my own, in the zone, that's the only way I know. Feeling low, about to blow back up. Here I won't ever let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold.